പാലക്കാട് വ്യത്യസ്തമായ പ്രതിഷേധവുമായി ബി.ജെ.പി. തറക്കല്ലിട്ട് 15 വർഷം കഴിഞ്ഞിട്ടും ഇൻഡോർ സ്റ്റേഡിയം പൂർത്തിയാകാത്തതിനെതിരെയാണ് ബി.ജെ.പിയുടെ പ്രതിഷേധം. വിവിധ കായിക മത്സരങ്ങൾ സ്റ്റേഡിയത്തിന് മുന്നിലെ റോഡിൽ നടത്തിക്കൊണ്ടായിരുന്നു പ്രതിഷേധം. അരുൺ ആലത്തൂരിന്റെ റിപ്പോർട്ടിലേക്ക്. തറക്കല്ലിട്ട് 15 വർഷം പൂർത്തിയായിട്ടും ഇതുവരെയും ഒരു ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം പൂർത്തിയാവാത്ത സാഹചര്യത്തിൽ പാലക്കാട്ടെ ഇൻഡോർ സ്റ്റേഡിയത്തിന് മുന്നിലെ റോഡിൽ പ്രതിഷേധ കായിക മത്സരങ്ങൾ എന്ന തരത്തിൽ വ്യത്യസ്തമായ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുകയാണ് ബി.ജെ.പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാറിൻ്റെ നേതൃത്വത്തിലാണ് ഇവിടെ പ്രതിഷേധ കായിക മത്സരങ്ങൾ നടത്തുന്നത്. വിവിധ മത്സരങ്ങൾ നടു റോഡിൽ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഒരു ഭാഗത്ത് ക്രിക്കറ്റ്, മറ്റൊരു വശത്ത് ചെസ് മത്സരം, മറ്റൊരു വശത്ത് ക്യാരംസ് ബോർഡ്, അത്തരത്തിൽ വിവിധ മത്സരങ്ങൾ നടു റോഡിൽ സംഘടിപ്പിച്ചിരിക്കുകയാണ്. കാരണം ഈ ഇൻഡോർ സ്റ്റേഡിയത്തിന് തറക്കല്ലിട്ട് ഇന്നേക്ക് 15 വർഷം പൂർത്തിയാവുകയാണ്. ഇതുവരെയും ഈ ഇൻഡോർ സ്റ്റേഡിയം നിർമ്മാണം പൂർത്തിയായിട്ടില്ല എന്ന് മാത്രമല്ല, അതിൽ വലിയ അഴിമതിയാണ് ഉള്ളത് എന്നുള്ളതാണ് ബി.ജെ.പി. ആരോപിക്കുന്നത്. ഇതിൻ്റെ നിർമ്മാണത്തിൽ മുഴുവൻ അശാസ്ത്രീയത നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൂടാതെ തന്നെ ഈ ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ പുറകിൽ വലിയ അഴിമതിയുണ്ട്. ഇത് ഇത്രയും വർഷമായിട്ടും നിർമ്മാണം പൂർത്തിയാക്കാത്തത്, ഇതിന് പിന്നിൽ വലിയ അഴിമതി ഉണ്ട് എന്നുള്ളതാണ് ബി.ജെ.പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൃഷ്ണകുമാർ ചെയ്യുന്നത്. ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു പ്രതിഷേധം നടത്തുന്നത്? ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ തറക്കല്ലിട്ട് 15 വർഷമായി. ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ ഈ കെട്ടിടം 15 വർഷമായിട്ട് ഈ നിലയിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് കോടിക്കണക്കിന് രൂപയാണ് ഇൻഡോർ സ്റ്റേഡിയത്തിനായിട്ട് നിർമ്മാണത്തിനായിട്ട് ചെലവഴിച്ചിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഇതിൻ്റെ കെട്ടിട നിർമ്മാണത്തിൽ മുഴുവൻ അപാകതകളാണ്. ബിൽഡിംഗ് റൂള് വയലേറ്റ് ചെയ്തുകൊണ്ടാണ് ഇതിൻ്റെ നിർമ്മാണം. ഈ കെട്ടിടത്തിൻ്റെ പിന്നിൽ, അഴിമതിക്ക് പിന്നിൽ CPM-ൻ്റെ നേതൃത്വമാണ്. CPM-ൻ്റെ നേതൃത്വത്തിലുള്ള ഇൻഡോർ സ്റ്റേഡിയം സൊസൈറ്റിയാണ് ഇതിൻ്റെ നിർമ്മാണം നടത്തുന്നത്. ഈ കോടികൾ വെട്ടിച്ച് പാലക്കാട്ടെ കായിക പ്രേമികൾക്ക് യാതൊരുവിധ ഗുണവുമില്ലാത്ത അനാശാസ്യ കേന്ദ്രമായിട്ട്, മയക്കുമരുന്ന് കേന്ദ്രമായിട്ട് ഈ കെട്ടിടം മാറിയിരിക്കുക. ഇതിനെതിരായിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റി ഈ പ്രതിഷേധ സമരം ആരംഭിച്ചിട്ടുള്ളത്. പ്രതീകാത്മകമായിട്ട് പറഞ്ഞു വെക്കുന്നത് കായിക താരങ്ങൾ നടുറോഡിലാണെന്നുള്ളതാണ്. ഈ റോഡിൽ പരിപാടി തീർച്ചയായും വലിയ സ്വപ്നത്തോടു കൂടി ആരംഭിച്ച ഈ പദ്ധതി 15 വർഷമായിട്ടും എവിടെയും എത്തി നിൽക്കാതിരിക്കുകയാണ്. കായിക താരങ്ങൾ പെരുവഴിയിലായിരിക്കുകയാണ്. ഇത് വലിയ ഒരു അഴിമതിയുടെ പ്രതീകമാണ്. നമ്മൾ ആട്, മാഞ്ചിയം, തേക്ക് അഴിമതികളൊക്കെ കേട്ട പോലെ, ആ കഥകളൊക്കെ കേട്ട പോലെ ഈ ഇൻഡോർ സ്റ്റേഡിയം സൊസൈറ്റി ഏതൊക്കെ രീതിയിൽ ഫണ്ട് സ്വരൂപിക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ സ്വരൂപിച്ചു. 88 ഗ്രാമപഞ്ചായത്തുകളുടെ ഫണ്ട്, ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ഫണ്ട്, നഗരസഭയുടെ 7 നഗരസഭകളുടെ ഫണ്ട്, 12 MLA-മാരുടെ ഫണ്ട്, 2 MP-മാരുടെ ഫണ്ട്, സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ട്, അതുപോലെ തന്നെ സഹകരണ സ്ഥാപനങ്ങളിൽ നിന്നും വായ്പയെടുത്തിട്ടുണ്ട്. ആയിരക്കണക്കിന് ആളുകളിൽ നിന്നും നിക്ഷേപം സ്വീകരിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഡിവിഡൻഡ് നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് നിക്ഷേപം സ്വീകരിച്ചിട്ടുണ്ട്. കടമുറികൾ എഴുതി തരാമെന്ന് പറഞ്ഞുകൊണ്ട് 3 കോടിയിലധികം രൂപ സമാഹരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈഫ് ടൈം മെമ്പർഷിപ്പ് നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ആയിരക്കണക്കിന് ആളുകളുടെ നിന്നും 25,000 മുതൽ 1 ലക്ഷം വരെ സമാഹരിച്ചിട്ടുണ്ട്. ഈ തുകയെല്ലാം ഇവിടെ ചെലവഴിച്ചിട്ടും ഈ ബിൽഡിംഗ് 60% പണിയിലെത്തി നിൽക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി 14.5 കോടി രൂപ കിഫ്ബിയിൽ നിന്ന് അനുവദിച്ചു. അതിൽ 1 കൊല്ലം കൊണ്ട് പണി പൂർത്തിയാക്കും പറഞ്ഞു. ഇപ്പോഴും അത് എവിടെ എത്തിയിട്ടില്ല. ഇതിൻ്റെ ആദ്യത്തെ എസ്റ്റിമേറ്റ് 13 കോടിയായിരുന്നെങ്കിൽ ഇതിനകം തന്നെ ഇവിടെ 20 കോടി ചെലവഴിച്ച് കഴിഞ്ഞു. ഇനി വീണ്ടും 14 കോടി വന്നിട്ട് എവിടെ പൂർത്തീകരിക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല. നിർമ്മാണത്തിൽ ഉൾപ്പെടെ അപാകതയുണ്ടോ? ആകെ അപാകത മാത്രമേ ഉള്ളൂ. സത്യത്തിൽ ഞങ്ങളൊക്കെയുള്ള സമയത്താണ് ഇതിൻ്റെ ഈ കാര്യങ്ങൾ നടന്നത്. ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ 2 സ്ഥലമുണ്ട്. ഒന്ന് തിരുവാലത്തൂർ അമ്പലമാണ്. ഇപ്പോൾ പഴയ പാട്ടുണ്ട്, പണിതിട്ടും പണിതിട്ടും പണി തീരാത്തൊരു പ്രപഞ്ച ഗോപുരമേ. അത് പറഞ്ഞ പോലെ ഇവിടെ എത്ര കാലം പണിയെടുത്തുകൊണ്ടിരിക്കണോ, 15 വർഷമായിട്ട് ഇതിന് വേണ്ടിയിട്ട് പൂർത്തീകരണത്തിന് വേണ്ടി നിൽക്കണം. ഇന്ന് പാലക്കാട് മണ്ഡലം കമ്മിറ്റി ഈ പരിപാടി പ്രതിഷേധാത്മകമായി നടത്തിയ പരിപാടിക്ക് എല്ലാ ആശംസകളും. ഇനിയെങ്കിലും ഈ ഭരണവർഗത്തിൻ്റെ കണ്ണു തുറക്കട്ടെ. അതിന് നേതൃത്വം നൽകാൻ വേണ്ടി ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി ഇവിടെ എത്തിയതിൽ അഭിമാനമുണ്ട്. ഈ പരിപാടി വേഗം മുന്നോട്ട് പോട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അത് തന്നെയാണ്. ഏതായാലും വിവിധ കായിക പ്രതിഭകളും മറ്റുമൊക്കെ അവിടെ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. ക്യാരം ബോർഡും മറ്റും ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നുണ്ട്, ഒരു ഭാഗത്ത് ചെസ്സ് കളിയും മറ്റും പുരോഗമിക്കുന്നുണ്ട്. ഈ കായിക പ്രതിഭകൾ ഇവിടെയുണ്ട്. അവരോട് കൂടെ ചോദിക്കാം, എന്താണ് നിങ്ങൾക്ക് ഈ കായിക പ്രതിഭകളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊരു ഇൻഡോർ സ്റ്റേഡിയം അത് വളരെ ആവശ്യമുള്ള ഒന്നല്ലേ? പക്ഷേ ഇത്രയും വർഷമായിട്ട് അത് നിർമ്മാണം പൂർത്തിയാവാത്തതിൽ എന്താണ്? ഞങ്ങൾ മറ്റേ ശ്രീ കൃഷ്ണകുമാർജി പറഞ്ഞമാതിരി നമ്മളൊരു PMGയിലാണ് പഠിച്ചത്.
PMGൻ്റെ സ്കൂൾ ഗ്രൗണ്ടായിരുന്നു. അതിനെയൊക്കെ മാറ്റിയിട്ട് ഇവർ ഇത് ആക്കാൻ പറഞ്ഞിട്ട് ഇത്ര കാലമായിട്ട് ആക്കിയിട്ടുമില്ല. പിന്നെ നമ്മളുടെ യുവ ക്രിക്കറ്റ് താരങ്ങൾ സുബാന്, തായിസ്, രാജീവ് ഇവരൊക്കെ അതേമാതിരി പ്രക്ഷോഭ്, കുട്ടൻ ഇവരൊക്കെ നമ്മുടെ കൂടെ കളിക്കണവരാണ്. പക്ഷേ ഇപ്പോൾ ഈ ഗ്രൗണ്ട് വന്നിട്ട് വെറും എന്താ പറയുക, വെള്ളം അടിയും ലഹരി മരുന്നുകളും രാത്രി ഈ വഴിക്ക് പോകാൻ പറ്റാത്ത ഒരു സ്ഥിതി ആയിട്ടുണ്ട്. ഇതിന് ഗവൺമെൻറ്, ഏത് ഗവൺമെൻറ് എന്ന് നമ്മൾ പറയുന്നില്ല, ഏത് ഗവൺമെൻറ് ആയാലും അതിന് ഒരു ഇത് എടുക്കുന്നില്ല, മുൻകരുതൽ എടുക്കുന്നില്ല. അപ്പോൾ ഞങ്ങൾ തന്നെ ഇപ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനും ഒരു പഴയ ക്രിക്കറ്റ് പ്ലെയറാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ക്രിക്കറ്റ് പ്ലെയേഴ്സ് എല്ലാവരും ചേർന്ന് ഇതിന് എന്ത് വേണോ ചെയ്യാനും ഞങ്ങളെല്ലാവരും ഓക്കെയാണ്, കൂടെ നിൽക്കാൻ. ഈ പരാതിയൊക്കെ ഒരുപാട് വന്നിട്ടില്ല. ഇതുപോലെ നമ്മൾ ക്രിക്കറ്റ് പരിപാടി ഒരുപാട് ഇവിടെ നടത്തിയിട്ടുണ്ട്, ചെറിയ ചെറിയ പരിപാടികൾ നടത്തിയിട്ടുണ്ട്. ആ പരിപാടികളിൽ, ഉദ്ഘാടന പരിപാടികളിൽ എല്ലാ അതിഥികളെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ വരുമ്പോഴും നമ്മൾ പറഞ്ഞ എല്ലാ പരിപാടിയിലും അവനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവൻ്റെ ഉദ്ഘാടന കർമ്മങ്ങളിലൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് ഇങ്ങനെ കാര്യങ്ങൾ അവതരിപ്പിച്ചതാണ്. എന്നിട്ടും ആരും പരിപാടികൾക്ക് ആരും മുൻകൈ എടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഈ ഇടയ്ക്കായിട്ട് നമ്മൾ വിക്ടോറിയ കോളേജ് കുറച്ച് കാലമായി കളിച്ചുകൊണ്ടിരുന്ന സംഭവമാണ്. ആ വിക്ടോറിയ കോളേജ് ഒരു ദിവസം കളിക്കാൻ 22,500 രൂപയാണ് ഫീസ് മേടിക്കുന്നത്. ഒരു ദിവസം ഒരു സാധാരണപ്പെട്ട ഒരു ക്രിക്കറ്റ് കളിക്കാരനെ എങ്ങനെ ഒരു ദിവസം 22,500 രൂപ കൊടുത്തിട്ട് കളിക്കാൻ പറ്റും? ഇതൊന്നും ചോദിക്കാൻ ഒരാളും ഇല്ല, ഒരു പാർട്ടിയും ഇല്ല. ഇത് ഏത് പാർട്ടിയും കുറ്റം പറയാൻ വേണ്ടിയില്ല. ഈ പാലക്കാട് ജില്ലയിൽ കളിച്ചു വരുന്ന യുവതലമുറയ്ക്ക് ഒരു ദിവസം 22,500 രൂപ കൊടുത്ത് കളിക്കാനുള്ള ത്രാണി ഉണ്ടാവുമോ? ഇത് ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് ചോദിക്കണം, എനിക്ക് ഇൻഡിവിജ്വലായി ചോദിക്കുന്ന കാര്യമല്ല. ഇപ്പോൾ ഞങ്ങൾ ഇന്ന് വിക്ടോറിയ കോളേജ് രാവിലെ കളിച്ചിട്ട് വരികയാണ്. അപ്പോൾ ഒരു ചെറിയ ടൂർണമെൻറ്റ് നടത്തുകയാണെങ്കിൽ ഒരു ദിവസം 22,500 രൂപ കൊടുത്തിട്ട് ആർക്കെങ്കിലും കളി ഏറ്റെടുത്ത് ഒരു സാധാരണപ്പെട്ട ഗ്രൗണ്ട്, ഒരു കടവന്തറ കളി അവിടെ ഗ്രൗണ്ടിലെടുക്കുകയാണെങ്കിൽ 25,000 രൂപയാണ് പെർ ഡേ കളി. ആ കളിക്ക് അതിനുള്ള ഗ്രാസ്, അതിനുള്ള സൗകര്യങ്ങൾ എല്ലാം ഉണ്ട്. ഈ വിക്ടോറിയ കോളേജ് ഗ്രൗണ്ട് ഒരു മരമുണ്ട്, കുറച്ച് മണ്ണുണ്ട്. ഇതിനെന്തിനാണ് 22,500 രൂപ? ഗവൺമെൻറ് ഫീ 7,000 രൂപയാണ്. ഇത് അഡീഷണൽ മേടിക്കുന്നത് PTA ഫണ്ട്, ഗ്രൗണ്ട് ക്ലീനിങ്. ആ ഗ്രൗണ്ടിൽ ഒന്നുമേ ഇല്ല, അത് ഗ്രൗണ്ട് ക്ലീനിങ് പറഞ്ഞിട്ട് വീണ്ടും ചാർജ് മേടിച്ചിട്ട് 20,000 രൂപയാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ചോദിക്കാൻ ഒരു മനുഷ്യനില്ലാത്തതുകൊണ്ട് സങ്കടം തന്നെയാണ്. വെറുതെ നമ്മളൊരു മൈക്കിലൂടെയും ഒരു വീഡിയോ പത്രസമ്മേളനത്തിലൂടെയും പറയുമ്പോൾ എല്ലാവർക്കും ഒരുപാട് കാര്യങ്ങൾ പറയണ്ടാവും. ഞങ്ങളെപ്പോലെയുള്ളവർ പറയുന്നത് കേൾക്കാൻ ഇവിടെ ആരുമില്ല. നമ്മൾ ഇത്ര കാലം പറഞ്ഞിട്ടും ഇതുവരെ ആരും ഒന്നും ചെയ്തു തന്നിട്ടില്ല. അപ്പോൾ അതിനുള്ള ഈ വീഡിയോയിലൂടെ എല്ലാവരും അത് കാണണമെന്നാണ് മുൻകൈ എടുക്കാൻ എല്ലാ ശ്രമിക്കും. പൈസ ഉള്ളവർക്ക് കളിക്കാനുള്ളത് മാത്രമാണ് നമ്മുടെ കോട്ട മൈതാനം, അങ്ങനത്തെ ഇതാണ്. പക്ഷെ പൈസ ഇല്ലാത്തവർക്കും അതേമാതിരി നന്നായി കളിച്ചു വരുന്ന കുട്ടികൾക്ക് പുരോഗതി കിട്ടാൻ നമ്മളെമാതിരിയുള്ള ഈ യുവതലമുറകൾ ചെയ്യുന്നതിനെ പ്രോത്സാഹിപ്പിക്കാൻ പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ തന്നെ ഒരു മനുഷ്യന്മാരില്ല. ഏതായാലും കായിക പ്രതിഭകളുടെ ആ ഒരു ബുദ്ധിമുട്ട് അധികൃതർ മനസ്സിലാക്കണം. ഇനിയെങ്കിലും ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കണം, ഈ ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കണം എന്നുള്ളതാണ് കായിക പ്രതിഭകളാണെങ്കിലും മറ്റും പറയുന്നത്. ഏതായാലും BJPയുടെ വളരെ വ്യത്യസ്തമായ പ്രതിഷേധമാണ് ഈ ഇൻഡോർ സ്റ്റേഡിയത്തിന് മുന്നിൽ പാലക്കാട് സംഘടിപ്പിച്ചിരിക്കുന്നത്. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.